എല്ലാവർക്കും കേരള കിച്ചൺ മോം റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വഴുതനങ്ങ വെച്ച് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കിയാലോ. മറ്റൊന്നുമല്ല, നമ്മുടെ മക്ലൂബല്ലേ അതേ രീതിയിൽ നമുക്കൊരു റൈസ് തയ്യാറാക്കാം. വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. ഇത് നമ്മുടെ അറബിക് ഫുഡായ മക്ലൂബ സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് ചിക്കൻ വെച്ചും ഉണ്ടാക്കാം, വെജിറ്റബിൾ മാത്രം ഇട്ട് വേണം ഉണ്ടാക്കാം. അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് വഴുതനങ്ങയാണ് ആവശ്യമുള്ളത്. അപ്പോൾ വഴുതനങ്ങ നമുക്ക് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് നിങ്ങളുടെ കയ്യിൽ അറബിക് മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അതാണ് ഒന്നുകൂടെ അറബിക് സ്റ്റൈൽ കിട്ടും. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ഗരം മസാല ഉണ്ടല്ലോ, ആ ഗരം മസാല എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തിട്ട് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, തക്കാളിപ്പഴം, അതുപോലെ തന്നെ സവാള, പച്ചമുളകാണ്. അപ്പോൾ വെളുത്തുള്ളി ഞാനിവിടെ ഏകദേശം ഒരു 10-20 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തക്കാളിപ്പഴം 5 എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലെ തക്കാളി. അതുപോലെ തന്നെ സവാള ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, വലിയ സവാളയല്ല, ഇച്ചിരി മീഡിയം സൈസിലെ സവാള, അതും ഒരു 6-7 എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എരിവ് കൂടുതലനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യം തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ചിരുന്ന നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അധികം അങ്ങനെ ഫ്രൈ ആവില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് 2 പുറവും അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ 2 പുറവും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീ അധികം കൂട്ടി വയ്ക്കില്ല, സിമ്മിലിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഒരു 5 മിനിറ്റ് ആവശ്യമുള്ളൂ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിടുന്നത്. നിങ്ങളിത് വഴുതനങ്ങ അടുപ്പത്തിട്ടിട്ട് എങ്ങോട്ടും പോകരുത്, അടുത്തന്നെ നിന്ന് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാൻ വേണ്ടി, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളിത് പ്രത്യേകം മനസ്സിൽ സൂക്ഷിക്കുക. അത് പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് തന്നെ നമുക്ക് 2 പുറം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നമുക്കിത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് സ്പൈസസ് ആണ്. സ്പൈസസ് നമ്മൾ ചിക്കനകത്തേക്ക് ഇടാൻ വേണ്ടിയുള്ളതാണ്. അതിന് ഞാൻ കുറച്ച് കുരുമുളക് ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാമ്പു ഒരു 6-7 അല്ലി ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതുപോലെ കറുകാപ്പട്ട ചെറിയ 2-3 പീസ് കറുകാപ്പട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലക്ക ഒരു 5-6 അല്ലി എടുക്കാം. അതുപോലെ തന്നെ ബേ ലീവ്സ് 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കനാരങ്ങയാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് പറയുന്നത്. ഉണക്കനാരങ്ങ നിങ്ങളൊരിക്കലും മിസ്സാക്കരുത്, ഉണക്കനാരങ്ങ നമുക്കെടുക്കാം. പിന്നെ അടുത്തായിട്ട് വേണ്ടത് അരിയാണ്. ബസുമതി റൈസ് തന്നെ നമുക്കെടുക്കാം. ബസുമതി റൈസ് ഞാനിവിടെ ഒരു 3 കപ്പ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് റൈസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ചിക്കന്. ഇപ്പം ഞാൻ 3 കപ്പ് റൈസ് എടുത്തുകൊണ്ടാണ് ഞാൻ ഏകദേശം ഒരു 1.5 കിലോ ചിക്കനോട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചിക്കൻ ഞാൻ ഇതേപോലെ മീഡിയം പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ പീസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ എന്നാലും ഒരു മീഡിയം പീസ് കട്ട് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് എന്തൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ നികന്നുന്ന പോലെ വെള്ളം ഒഴിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 4 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സ്പൈസസ് ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ വെന്ത് വരുമ്പം ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ ചിക്കൻ വേവും. അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് ആ വെള്ളത്തിലോട്ടാണ് നമ്മൾ റൈസ് വേവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിടുന്നത്. സാധാരണ നമുക്കറിയാം ചിക്കൻ വേവിക്കുമ്പോൾ നമ്മൾ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല. പക്ഷേ ഈ മക്ബൂല തയ്യാറാക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നിങ്ങളുടെ ആ പരുവം അനുസരിച്ചിട്ട്, ഞാൻ കൃത്യ അളവൊന്നും പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പം 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളിയിൽ നിന്ന് കുറച്ച് വെളുത്തുള്ളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ അല്ല ഒരു 2 വിസിലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കത് വേവാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സെയിം സമയത്ത് തന്നെയായിരുന്നു നമ്മളവിടെ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാം ഒരേ സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സമയം നന്നായിട്ട് ലാഭിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു അടുപ്പത്തിരുന്നുകൊണ്ട് നമ്മുടെ ചിക്കൻ വേവുന്ന സമയത്ത് നമ്മൾ അവിടെ വഴുതനങ്ങയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ ബാക്കിയുള്ള എണ്ണയിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ എടുത്ത് വെച്ചിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. വലുതായിട്ട് ഫ്രൈ അല്ല ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഇതേപോലെ. അപ്പോൾ അത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ സമയത്ത് നമ്മുടെ ചിക്കൻ അവിടെ നിന്ന് വേവുകയും ചെയ്യും.
നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മുടെ തക്കാളിക്കും നമ്മുടെ സവാളയ്ക്കും കിട്ടും. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഗരം മസാല ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അറബിക് മസാല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയും സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം സമയത്ത് തന്നെ നമ്മുടെ കുക്കറിനകത്ത് നമ്മൾ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചിരുന്നല്ലോ, അതിൻ്റെ ഒരു വിസിൽ അടിച്ചായിരുന്നു. ഒരു വിസിലിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിസിൽ ഓഫ് ചെയ്ത് വെച്ചത്. ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഇതേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് ചിക്കൻ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ ചിക്കൻ ഒന്ന് എടുത്തിട്ട് നമ്മളിപ്പം തക്കാളിയും ഒക്കെ ഫ്രൈ ചെയ്ത ആ ഒരു പാത്രം ഉണ്ടല്ലോ, അത് അധികം എണ്ണയൊന്നും ഒഴിക്കേണ്ട, ആ സെയിം എണ്ണയിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് ആ ചിക്കൻ ഒന്ന് ഹാർഡാവാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് അതും ഇതേപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് ഈ ചിക്കനൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒറ്റ വിസിൽ തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ നാടൻ ചിക്കനൊക്കെ ആണെങ്കിലേ ഉള്ളൂ വേവ് ഇച്ചിരി താമസം. ഇപ്പോൾ ബ്രോയിലർ ചിക്കനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒറ്റ വിസിൽ തന്നെ നമുക്കത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ വെള്ളം വാർന്നതിന് ശേഷം അടുപ്പത്ത് തന്നെ വെച്ച് അത് നമ്മൾ ഫ്രൈ ചെയ്ത ആ പാത്രം ഉണ്ട് അതിനകത്ത് തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് രണ്ട് പുറം ഒന്നുകൂടൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത്. ഇതൊക്കെ നമുക്ക് ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരടുപ്പത്താണ് നമ്മൾ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചിരുന്നത്, അതേ സെയിം സമയത്താണ് നമ്മൾ അപ്പുറത്ത് നമ്മുടെ സവാളയൊക്കെ ഫ്രൈ ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങയും സവാളയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റിയപ്പോൾ തന്നെ നമ്മുടെ ചിക്കനും ഇവിടെ വെന്ത് കിട്ടി. ആ സെയിം സമയത്ത് തന്നെ നമുക്ക് ചിക്കനും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്കിത് ഈ വെള്ളത്തിലോട്ട് റൈസ് ഇട്ടിട്ട് വേണം നമുക്ക് ബാക്കി തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് ആദ്യം തയ്യാറാക്കി മാറ്റി വയ്ക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മുടെ റൈസിലെ പ്രോസസ്സിന് വേണ്ടി കടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ ഞാൻ ജസ്റ്റ് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇച്ചിരി ഒരു മസാല ഞാൻ അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗരം മസാല. എന്നാലല്ലേ നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മൾ ആദ്യം മസാലയൊന്നും ഇട്ടില്ലായിരുന്നല്ലോ ചിക്കനകത്ത്, വെള്ളത്തിനകത്ത് മാത്രമേ ഇട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് മസാല, ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ അറബിക് മസാല, ഏത് മസാല ആയാലും മതി, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് അതുകൂടെ എടുത്തൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതെല്ലാം കൂടെ ഏകദേശം 1 മണിക്കൂർ എടുക്കും കേട്ടോ നമ്മുടെ ഈ റൈസും തയ്യാറായി വരാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ ഉണക്കനാരങ്ങയാണ്. നമ്മൾ ഓൾറെഡി ചിക്കനകത്തിട്ട് വേവിച്ചിരുന്ന ഉണക്കനാരങ്ങയില്ല, അതാണ്. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ട് അതിനകത്ത് കുരുണ്ട്, അത് ജസ്റ്റ് ഞാൻ എടുത്ത് മാറ്റുകയാണ്. കുരു ഉണ്ടെങ്കിൽ കഴിക്കും. അപ്പോൾ ആ കുരു ജസ്റ്റ് ഒന്ന് ഇതുപോലെ നിന്ന് മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ഇത് തന്നെ ഞാൻ വീണ്ടും എടുത്ത് നമ്മുടെ ചിക്കൻ വെന്ത വെള്ളം ഉണ്ടല്ലോ അതിനകത്തേക്ക് തന്നെ നമ്മൾ ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചിക്കൻ്റെ വെള്ളം ഒന്ന് വേണേൽ അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ആ സെയിം വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ആ ഉണക്കനാരങ്ങയും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് റൈസിൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കാം. അതിന് വേണ്ടി ഒരു വലിയ പാത്രം എടുക്കാം. അപ്പോൾ ആദ്യം ഒരു ലെയർ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ അത് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയും കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തക്കാളിപ്പഴം അതും ജസ്റ്റ് നമുക്ക് ഇതേപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു ലെയർ എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്കിങ്ങനെ എല്ലാം നന്നായിട്ട് നമ്മൾ ഇപ്പം ചിക്കൻ ദം ചെയ്യത്തില്ലേ, അപ്പോൾ നമ്മൾ ഒരു ലെയർ ചിക്കൻ ഇടും, പിന്നെ അരി ഇടും, മീൻസ് റൈസ് ഇടും, അതിനിട്ട് വീണ്ടും ചിക്കൻ അങ്ങനെയല്ലേ. പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്ന ആദ്യം തന്നെ അതിൻ്റെ നമ്മളിപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തില്ല, നെയ്യോ ഓയിലോ ഒന്നും നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് ഒഴിച്ചു കൊടുത്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ പാത്രം ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മളിതാ ഇതേപോലെ എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ഒരു ഫുൾ ലെയറായിട്ട് നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുത്തു, പിന്നെ തക്കാളി, വെളുത്തുള്ളി, സവാള, പിന്നെ ചിക്കൻ്റെ പീസസ് ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന അരി ബസുമതി റൈസ് നമ്മൾ ഓൾറെഡി 3 കപ്പ് നമ്മൾ എടുത്ത് കഴുകി വെച്ചിരുന്നല്ലോ, അത് നമുക്ക് ഇതേപോലെ ഇതിന് മുകളിലേക്ക് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ലെയർ ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് അതിന് മുകളിലേക്ക് അരി ഇട്ടതിന് മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന, അതായത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ വഴുതനങ്ങയും അതുപോലെ ബാക്കിയിരിക്കുന്ന ചിക്കനും
കുറച്ച് തക്കാളിയെല്ലാം നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ. അത് മീൻസ് കുറച്ച് ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതൊരു ലെയർ നമ്മൾ ഇട്ട് കൊടുത്തു. അതിന് മുകളിൽ അരി ഇട്ട് കൊടുത്തു. പിന്നെ ആ അരിയുടെ മുകളിൽ നമ്മൾ വീണ്ടും നമ്മുടെ ബാലൻസ് ഇരിക്കുന്ന ഫ്രൈ ചെയ്ത സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നു. വീണ്ടും അരി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ലെയറായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ലെയർ ബൈ ലെയറായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന തക്കാളി, സവാള, വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങ, ചിക്കന് എല്ലാം ഇട്ടിട്ട് അരി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തായിരുന്നു. നമ്മൾ എടുത്ത് വെച്ച് പച്ചമുളക് ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നാരങ്ങ നമ്മൾ കുരു കളഞ്ഞിട്ട് മാറ്റി വെച്ചിരുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, ചിക്കൻ വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ അളന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ അത്രയും വെള്ളം കാണത്തില്ലായിരിക്കും. അപ്പം നമ്മളൊന്ന് അളന്ന് നോക്കിയിട്ട് ആവശ്യമനുസരിച്ചുള്ള വെള്ളം കൂടെ നമുക്ക് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉപ്പൂടെ നോക്കണേ. ആ വെള്ളത്തിനകത്ത് ഉപ്പൂടെ നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് വേവിക്കാൻ വേണ്ടി അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ വെന്തിട്ട്. അതുപോലെ തന്നെ തീ സിമ്മിലിട്ട് വേണം നിങ്ങൾ വേവിക്കാൻ വേണ്ടി. അത് പ്രത്യേകം ഓർക്കുക. ഇതായിപ്പം ഞാനൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കിയാണ് അരി വെന്തെന്നറിയാൻ വേണ്ടി. അപ്പം നോക്കിയപ്പോൾ പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഒരു 10-12 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അരി നന്നായിട്ട് വെന്ത് കിട്ടി കേട്ടോ. കാരണം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി. പ്രത്യേകിച്ച് ഓർക്ക് സിമ്മിലിട്ട് വേണം നമ്മൾ വേവിക്കാൻ വേണ്ടി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ മക്വല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് നല്ല ടേസ്റ്റാണ്. കാരണം നമ്മൾ ആ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെയാണല്ലോ നമ്മളത് വേവിച്ചെടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീക്കെൻഡിലൊക്കെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണിത്.